ഹായ് ഫ്രണ്ട്സ്, രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കൊണ്ടുള്ള ചോറ് തിളപ്പിച്ച് കറി ചൂടാക്കി മീൻ പൊരിച്ചുണ്ടായിരുന്നു, അതും ചൂടാക്കി എടുത്തായിരുന്നേ. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് അത് അരിഞ്ഞെടുത്ത് അടുപ്പത്താക്കി. പിന്നെ ഇന്ന് കാപ്പിക്ക് ദോശയാണ് ഉണ്ടാക്കിയത്. ദിവസത്തെ ചോറുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ മുഴുവൻ ചോറ് ഞാൻ തിളപ്പിക്കൂല കേട്ടോ. ഇക്കാക്ക് മാത്രം കുറച്ചെടുത്ത് തിളപ്പിക്കും. ബാക്കി 12 മണിയൊക്കെ ആകുമ്പോഴാണ് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ തോരനിലോട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ അരച്ച് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് പെട്ടെന്നൊരു സാമ്പാർ റെഡിയാക്കിയായിരുന്നേ. ഇന്ന് എനിക്ക് ഒന്ന് പുറത്തോട്ട് പോകാനുണ്ട്, വീട്ടിലെത്തി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഓട്ടോയിലാണ് ഞാൻ പോയത്. നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലായിരിക്കുമെന്ന്. എന്നാൽ അവിടെ എല്ലാം സപ്ലൈക്കോയിലാണ് പോയത്. ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം സപ്ലൈക്കോയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടേ. കടല, ഗ്രീൻ പീസ് അതുപോലുള്ള സാധനങ്ങളൊന്നും സപ്ലൈക്കോയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ. അതൊക്കെ ഒരു 7 വിസിലടിച്ചാലും കുക്കറിൽ വേവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ ആറ്റിങ്ങ ചന്തയിൽ കയറി കുറച്ച് മലക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഫ്രണ്ട്സ്. ഉച്ചയ്ക്ക് പോയിട്ട് ഒന്നുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് അതും കുടിച്ചേട്ടാ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.